ഒരു വിദ്യാലയത്തിൽ 8 അധ്യാപകരാണ് ഉള്ളത്. 35 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി പകരം മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 2 കൂടി. പുതുതായി വന്ന അധ്യാപകൻ്റെ പ്രായം എത്ര? നമുക്ക് ആദ്യം ഈ കണക്ക് ശരിയായ രീതിയിൽ ചെയ്യാം. ആകെ ശരാശരി നമുക്കറിയില്ല. ആകെ അധ്യാപകരുടെ എണ്ണം 8 ആണ്. ഈ 8 അധ്യാപകരുടെയും കൂടി ശരാശരി പ്രായം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് എക്സ് എടുക്കുക. അതുപോലെ വന്ന അധ്യാപകൻ്റെ വയസ്സ് നമുക്കറിയില്ല. പകരം മറ്റൊരു അധ്യാപകൻ വന്നു എന്ന് പറയുന്നുണ്ട്. അവരുടെ വയസ്സ് അറിയില്ല. വന്ന അധ്യാപകൻ്റെ വയസ്സ് y എന്ന് കൊടുക്കുക. നമുക്കറിയാം അടിസ്ഥാന സൂത്രവാക്യം ശരാശരിയിൽ തുക സമം എണ്ണം ഇൻറ്റു ശരാശരി. തുക കാണാൻ എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എണ്ണം 8 ആണ്, ശരാശരി അറിയില്ല, നമ്മൾ എക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 അധ്യാപകരുടെ ശരാശരി വയസ്സ് എക്സ് ആണെങ്കിൽ 8 അധ്യാപകരുടെ ആകെ വയസ്സ്, അതായത് തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി 8 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. 8 ഇൻറ്റു എക്സ് ഇപ്പോൾ എന്താണ്? 8 അധ്യാപകരുടെ ആകെ വയസ്സായി. ഇനി ഇത് 8 അധ്യാപകരുടെ ആകെ വയസ്സ്. ഒരാൾ കൂടുതലായി വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ അതും കൂടി കൂട്ടണം. വന്ന ആളുടെ വയസ്സ് നമുക്കറിയില്ല, അത് y നടത്തു. അപ്പോൾ 8x + y. ഇനി ഒരാൾ പോകുന്നുണ്ട്, അപ്പോൾ ഇത് കുറയ്ക്കണം. അത് 35 വയസ്സുള്ള ആളാണ് പോകണം, അതുകൊണ്ട് 35 കുറച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോൾ 8 ആളുകളുടെ ആകെ വയസ്സ്. കാരണം 8 ആളുകളുടെ ആകെ വയസ്സ് ഇതാണ്, പക്ഷേ അതിൽ മാറ്റം വന്നുവല്ലോ. ഒരാൾ കൂടുതൽ വന്നു, ഒരാൾ പോയി. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വന്ന ആളുടെ കൂട്ടി, പോയ ആളുടെ കുറച്ചു. ഇനി നമുക്ക് ശരാശരി കാണാൻ എന്താ ചെയ്യുക? ശരാശരി കാണാൻ തുക ബൈ എണ്ണം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പുതിയ ശരാശരി കാണാൻ പോവുകയാണ്. ഇതാണ് തുക. അപ്പോൾ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ച ശരാശരി കിട്ടും. തുക ബൈ എണ്ണം 8 തന്നെയാണ്, മാറ്റമില്ല. കാരണം ഒരാൾ പോയി, ഒരാൾ വന്നു. ബൈ 8 സമം, ഇത് പുതിയ ശരാശരിയാണ് കിട്ടുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ശരാശരി കിട്ടും. പുതിയ ശരാശരിയെക്കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? ശരാശരി വയസ്സ് 2 കൂടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ശരാശരി എക്സ് ആയിരുന്നു, 2 കൂടുക പറയുമ്പോൾ x + 2 കിട്ടും. ഇത് 8x + y - 35. ഈ ബൈ 8 അങ്ങോട്ട് എടുത്തപ്പോൾ ഇൻറ്റു 8 എന്നായി. 8 ഇൻറ്റു x + 2. 8x + y - 35 സമം 8 കൊണ്ട് 2നെ ഗുണിക്കണം. 8 ഇൻറ്റു x, 8x + 8 ഇൻറ്റു 2 16. ഇനി എക്സും വൈയൊക്കെ ഒരു ഭാഗത്ത് നിർത്തുക, സംഖ്യകൾ മറുഭാഗത്ത്. 8x എന്ന് ഇവിടെ എഴുതി. ഈ 8x എടുത്തു, -8x. പിന്നെ അവിടെ +y ഉണ്ട്, സമം ഇവിടെ 16 ഉണ്ട്. ഈ -35 അങ്ങോട്ട് എടുത്തു, +35. 8x എന്ന് 8x കുറച്ചാൽ 0 ആയി പോയി. പിന്നെ y സമം 35ഉം 16ഉം കൂട്ടിയ 51. അതായത് y എന്താണ്? വന്ന അധ്യാപകൻ്റെ വയസ്സ് നമുക്ക് കിട്ടി 51. ഇനി ഇത് എളുപ്പ വഴിയുണ്ട്. സൂത്രവാക്യം പുതുതായി വന്നയാളുടെ പ്രായം കാണാൻ പോയ ആളുടെ പ്രായം കൂട്ടണം ശരാശരിയിലെ വ്യത്യാസം ഇൻറ്റു എണ്ണം. അപ്പോൾ നമ്മൾ പോയ ആളുടെ പ്രായം നമുക്കറിയാം 35 കൂട്ടണം ശരാശരിയിലെ വ്യത്യാസം 2 കൂടി പറയുന്നുണ്ട്. അപ്പോൾ വ്യത്യാസം അതാണ് 2. പിന്നെ ഗുണിക്കണം എണ്ണം ഇൻറ്റു എണ്ണം 8. ഇപ്പോൾ കൂട്ടലും ഗുണിക്കലും വരുമ്പോൾ നമ്മൾ ആദ്യം ഗുണിക്കൽ ചെയ്തിട്ട് വേണം കൂട്ടൽ ചെയ്യാൻ. 35 + 2 × 8 16. 35ഉം 16ഉം കൂട്ടിയ 51 പുതുതായി വന്നയാളുടെ പ്രായം.